ഈ ഷെഫ് പിള്ളയെ പരിചയപ്പെടുന്നത് എങ്ങനെയാ? ഷെഫ് പിള്ളേനെ പരിചയപ്പെടുന്നത് അത് വളരെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെടുന്നതാണ്. അതായത് ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ പാൻഡമിക് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, ഇപ്പോൾ ഷട്ട് ഡൗൺ ആകാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാനും ആടൻ ചെങ്കരി എന്നെ ഒരു 8.5 വർഷം എന്നെ ഈ വർക്കുകളെല്ലാം പഠിപ്പിച്ചത് പുള്ളിയാണ്. പുള്ളി എന്നോട് പറഞ്ഞു, നീ എനിക്കന്നൊരു ഇൻസ്റ്റാഗ്രാം തുടങ്ങി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഈ ഒരു കുക്കിംഗ് ചെയ്തൊരു ഫോട്ടോ ഇടാൻ പറയുന്നു. ഞാൻ ആ ഫോട്ടോ ഇടുന്നു. അതൊരു ദുബായിലുള്ള കുറേ ലേഡീസ് ബ്ലോഗേഴ്സ് കാണുന്നു. അവരപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ഇതെന്താണ്. അവർക്ക് കണ്ടിട്ടൊന്നും പിടികിട്ടിയില്ല, കാരണം അന്ന് ഇത്ര അത് ഈ സാധനം സജീവമല്ല, ആയിട്ടില്ല. അപ്പം എന്നോട് ചോദിച്ചു ഇതെന്താണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇത് ഇങ്ങനെയാണ്, ഇതൊരു മോഡേൺ ഇതാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അവർ വിസിച്ചോ കുറച്ച് പിക്ചറും കൂടെ ഒക്കെ ആഡ് ചെയ്യുമോ, നമുക്കിതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുമോ. അങ്ങനെ ഞാൻ ഇട്ടു. അപ്പോൾ കുറേ പേരൂടെ വന്ന് ഇത് ഇട്ടു. അങ്ങനെ ഒരു ദിവസം എനിക്ക് വന്നൊരു മെസ്സേജാണ് ഷെഫ് പിള്ള എന്ന് പറയുന്നത്. എടാ സിജോ, ഇതെൻ്റെ നമ്പറാണ്, വെൻ യു ആർ ഫ്രീ ജസ്റ്റ് പ്ലീസ് കോൾ മീ എന്ന് പറഞ്ഞൊരു ഇത്. ഞാൻ കയറി നോക്കുമ്പോൾ 10-100 കേടെ എടുത്ത് ഫോളോവറുള്ള ഒരു മനുഷ്യൻ. ഞാൻ അന്നാണ് ഷെഫിനെ ആദ്യം കാണുന്നത്. അപ്പം നമുക്കന്നേരം 1000 സംതിങ് ഒരു ഇതേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത്രയും വലിയൊരാൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ട്, ഞാൻ ഓൺ ദി സ്പോട്ട്, ഞാനും യൂറോപ്പിലാണുള്ളത്, ഷെഫ് അന്നേരം അവിടെയുള്ളത് പാൻഡമിക്കിൽ. അപ്പം എന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് വളരെ സ്നേഹത്തോടെ ഒരു സംസാരിക്കുന്ന ഒരാൾ. ഞാൻ അന്ന് ഇടുന്നത് കൃത്യമായിട്ടൊന്നല്ല, ഇന്ന് രാവിലെ ഇട്ടാൽ നാളെ ഉച്ചയ്ക്കിടും, മറ്റന്നാൾ വേറൊരു സമയത്തിടും. ഇതൊക്കെ പുള്ളി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ഇടേണ്ടത്, അന്ന് ഹാഷ്ടാഗുകളൊക്കെ വർക്കാകുന്ന സമയത്ത് ഏത് ഹാഷ്ടാഗുകൾ ഇടണം, എങ്ങനെയാണ് ഇത് റീച്ച് ആകുന്നത്. അങ്ങനെ ഒരു 1/4 മണിക്കൂർ എനിക്കൊരു മനുഷ്യൻ പറഞ്ഞു തരുന്നു. കാരണം അങ്ങനെ ഒരാൾക്ക് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇത്രയും പറഞ്ഞു തന്നിട്ട് അന്ന് ആ കോള് കട്ട് ചെയ്തു. ഞാൻ അവിടെ മുതൽ പുള്ളിയുടെ എല്ലാ ഇൻ്റർവ്യൂസുകളും ഇരുന്ന് കണ്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വളരെ നമ്മുടെ പോലെ തന്നെ ഒരു ജീവിത സാഹചര്യങ്ങളുടെ ഉള്ളൊരു ഒരാൾ. അങ്ങനെ അതിനോടൊരു ആരാധനയും. അങ്ങനെ ഞാൻ നാട്ടിൽ വരുമ്പോൾ എനിക്കൊന്ന് നേരിട്ട് കാണണമെന്ന് പറയുന്നു.